CPIയുടെ തെരഞ്ഞെടുപ്പിന്നമായ അരിവാൾ നെൽക്കതിർ വരയ്ക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥി മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റാണ്, കലാകാരനാണ്. ആ കലാകാരനെയാണ് നിയമം വാർഡ് തിരിച്ചുപിടിക്കാൻ വാർഡ് രൂപീകരിച്ചതിന് 2 തവണ GR അനിൽ, ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതിദാനം ചെയ്ത വാർഡാണ് അത്. പിന്നീട് കോൺഗ്രസും അതിനുശേഷം തുടർച്ചയായി BJPയും ഒക്കെ വിജയിച്ചു വരുന്ന വാർഡ്. ആ വാർഡ് തിരിച്ചുപിടിക്കാൻ CPI ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത് ബിജു ചിഹ്നത്തിൽ എന്ന ഈ കലാകാരനെയാണ്. ബിജുവിന്റെ പേരിൽ തന്നെ ചിഹ്നത്തിലുണ്ട്. എന്താണ് പേരിലെ ചിഹ്നം? എന്താണ് പേരിലെ ചിഹ്നം എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ്, എൻ്റെ കുടുംബ പേരാണ്. ചിഹ്നത്തിൽ വീട്ടിലുള്ളതായതുകൊണ്ട്, ജനിച്ചതായതുകൊണ്ട് ആ കുടുംബ പേരെന്ന് പറയുന്നത് തന്നെ വളരെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പ്രശസ്തമായൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേരിനോടൊപ്പം കുട്ടിക്കാലം മുതലേ അതും കൂടെ ചിഹ്നത്തിൽ എന്ന നാമം കൂടെ അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? ഈ കലാകാരനാണ്, ആർട്ടിസ്റ്റ്, സിനിമയുടെ ആർട്ട് ഡയറക്ടർ എന്നല്ലേ, ശ്യാമപ്രസാദിന്റെ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള സിനിമകൾ, വേറെ സിനിമകളിലൊക്കെ നിരവധിയുണ്ട്, മറ്റു പല കലാരംഗത്തുമുണ്ട്. എന്താണ് അതിന്റെ കലാപശ്ചാത്തലം? എന്താണ് കലാപശ്ചാത്തലം? ഞാൻ ചിത്രശില്പകല ഡിപ്ലോമ ഉള്ള ആളാണ്. ചിത്രകല പഠിച്ചതിന് ശേഷം കുറേ കാലം പത്രമാധ്യമങ്ങളിൽ ഞാൻ ലേഔട്ട് ആർട്ടിസ്റ്റായും ഇലസ്ട്രേറ്ററായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, ദേശാഭിമാനി, കേരളകൗമുദി, അങ്ങനെ പല പത്രങ്ങളിലും ഞാൻ ഇലസ്ട്രേറ്ററായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. തുടർന്ന് പിന്നെ ഞാൻ കുറച്ചു കാലം യൂറോപ്പിലായിരുന്നു, ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിൽ ടെക്സ്റ്റൈൽ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറ്റലിയിൽ പോയി തിരിച്ചു വന്ന ശേഷം നമ്മുടെ സർക്കാരിൻ്റെ തന്നെ പല പ്രോജക്റ്റുകൾ, മ്യൂസിയങ്ങളുടെയും ഒക്കെ ചെയ്യുന്ന ചുമതലകൾ, ഓണാഘോഷത്തിനൊക്കെ ഫ്ലോട്ടുകളൊക്കെ ചെയ്യാറുണ്ട്. സർക്കാർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വിവിധ പരിപാടികളുടെ ഭാഗമായി പ്രവർത്തിക്കാറുള്ള ഒരു അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനങ്ങോട്ട് മറ്റ് ഇതിലോട്ടൊന്നും പോയിട്ടില്ല, വിദേശത്തോട്ടൊന്നും പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. തുടർന്ന് പിന്നെ ഇവിടെ തന്നെ വന്നു. അപ്പോഴും ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ്, ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥലം നേമമാണ്. അപ്പം നേമത്ത് കഴിഞ്ഞ കുറേ ഈ കോർപ്പറേഷൻ, ഇത് പഞ്ചായത്തായിരുന്നു, നേമം പഞ്ചായത്തായിരുന്ന അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ ആവുന്ന കാലം മുതൽ അഡ്വക്കേറ്റ് GR അനിൽ, ഇന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്, ഇവിടുത്തെ ആദ്യത്തെ കൗൺസിലറായിരുന്നു. നേമം വാർഡിൻ്റെ ആദ്യത്തെ കൗൺസിലർ എന്ന് പറയുന്നത് കോർപ്പറേഷനായ ശേഷം ശ്രീ GR അനിലായിരുന്നു. അദ്ദേഹം 2 തവണ തുടർച്ചയായി 2 തവണ ഈ വാർഡിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. തുടർന്ന് നല്ല മികവ് തെളിയിച്ച ഒരു ഭരണാധികാരിയും കൂടെയാണ്. ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളതല്ലാതെ ഈ കഴിഞ്ഞ 15 വർഷമായി മറ്റൊരു യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവണം എന്നത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രസ്ഥാനം, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നെ ആ ഒരു ചുമതല ഏൽപ്പിച്ചു. ഞാനത് സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. അതിൽ മത്സരത്തിന് തയ്യാറാവുകയും. ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഒരു തീവ്ര പൊളിറ്റീഷ്യനായിട്ടല്ല അവരെ എന്നെ കാണുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെയാണ് എന്നോടുള്ള സമീപനം. അങ്ങനെയാണ്. അതിനു പുറമെ ഈ വാർഡിൻ്റെ ഈ വികസന മുരടിപ്പിന് ഒരു അവസാനം കാണണം എന്നുള്ള ഒരു നിശ്ചയവും കൂടെ ജനങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെയാണ്. എല്ലാ വിഷയങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച്, ഓരോ പ്രദേശങ്ങളെ സംബന്ധിച്ചും. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നിയമത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിയമം കൗൺസിലറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വെറും കുറച്ച് റോഡിൻ്റെ കുഴി അടയ്ക്കുകയോ അത് മാത്രമല്ല, ഇത് വലിയൊരു സാംസ്കാരിക കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. ഇതുവരെയായിട്ട് ഈ കോർപ്പറേഷൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ട് പോലും ഒരു വലിയ സാംസ്കാരിക നിലയങ്ങളൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് മെരിലാൻഡ് സ്റ്റുഡിയോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയിരക്കണക്കിന് കലാകാരന്മാർ ജീവിച്ച ഒരു സ്ഥലമാണ്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരേണ്ട ചില പദ്ധതികളുണ്ട്.
അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ കുറേ ഈ റോഡിലെ കുഴിയടച്ചോ കുറച്ച് ലൈറ്റ് മാറ്റിയിടുക എന്നുള്ളതിനൊക്കെ അപ്പുറം നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്ന സമഗ്ര മേഖലയിലും വരുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നിയമം എന്ന് പറയുമ്പം ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് രാജഭരണകാലം മുതലേ നമ്മൾ ഈ പഴയ വില്ലേജ് ഓഫീസ് കച്ചേരി നട എന്ന് പറയും. അവിടെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഘോഷയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതും അതുപോലെ വെള്ളായണി ദേവീക്ഷേത്രത്തിലെ പിന്നെ കാളിയൂട്ടുമായി ബന്ധപ്പെട്ടും അല്ലാതെ ഉള്ള ഉത്സവങ്ങളിലെല്ലാം പിന്നെ കേന്ദ്രമെന്ന് പറയുന്നത് നേമം കച്ചേരി നടയാണ്. ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്തെന്ന് നോക്കിയാൽ അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ഒരു ബിൽഡിങ്ങിനെ പകുതി മുറിച്ചു നിർത്തി ഒരു വികലമായ ഏറ്റവും മോശം അവസ്ഥയിൽ നേമം ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ ഒരു സാംസ്കാരിക സ്ഥാപനമാക്കി മാറ്റണം. അത് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതലും കൂടി നമ്മൾ എടുക്കും. അതുതന്നെയാണ് നിയമം അത്തരത്തിൽ സാംസ്കാരികപരമായി കൂടി വലിയ പ്രാധാന്യമുള്ള ഒരു വാർഡാണ്. അവിടെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ മത്സരിക്കാറുള്ള അങ്ങനെ ഒരു കലാകാരനെ ഇറക്കി നിയമം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി.